ഫുഡിനോട് ശരിക്കുമുള്ള അലർജി ആണെങ്കിൽ അത് യൂഷ്വലി സ്റ്റാർട്ട്സ് വിത്തിൻ മിനിറ്റ്സ് ടു അപ് ടു 2 hours വരെയാണ് സാധാരണഗതി. മോസ്റ്റ് ഓഫ് ദ ടൈം അതൊരു ഈ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ വന്നിരിക്കണം. നമ്മുടെ അടുത്ത് സാധാരണ വന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് കഴിച്ചു ഇന്ന സാധനം, അതിന് ഇന്ന് വന്നു, അല്ലെ ഇന്നലെ കഴിച്ചു ഇന്ന് വന്നു. അത് വരാം, പക്ഷെ ഭയങ്കര റെയറായിരിക്കും. യൂഷ്വലി ഇഫ് യു ആർ റിയലി അലർജിക് ടു എ ഫുഡ്, ദി അലർജി സ്റ്റാർട്ട്സ് വിത്തിൻ മിനിറ്റ്സ്. അത് യൂഷ്വലി വരുന്നത് ത്രോട്ടിന് ഇറിറ്റേഷൻ, വായിക്ക് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ പോലെ വരും, അടുത്ത പടി ശ്വാസം മുട്ടൽ പോലെ വരാം. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഫുഡിനും നമുക്ക് ഇന്ന് അലർജി വരാം. ഇന്നലെ വരെ ഞാൻ ഇത് കഴിച്ചു, പക്ഷെ എനിക്ക് ഇന്ന് ഈ സാധനത്തിന് അലർജി വരാം. മനസ്സിലായി. അതേപോലെ ഈ അലർജിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം മാഡം നേരത്തെ പറഞ്ഞ പോലെ ഈ ഷെൽഫിഷിൻ്റെ ഒരു ആസ്പെക്റ്റിൽ വരുന്ന അലർജിയാണ് ചുണ്ടൊക്കെ തടിച്ച് പൊന്തുന്ന ആ ഒരു ആസ്പെക്റ്റ്, ചൊറിച്ചിൽ, കണ്ണിൻ്റെ ഫുൾ ശരീരത്തിൽ തണുത്ത് പൊന്തി വരാം. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പൊതുവേ ഈ അനാഫിലാക്സിസിനൊക്കെ സാധാരണഗതിയിൽ ഒരു ഇഞ്ചക്ഷനൊക്കെ കാണാറുണ്ട്. അപ്പം ഈ അനാഫിലാക്സിസ് അല്ലാത്ത ആ ഒരു അത്രയും സീവിയർ അല്ലാത്ത സിറ്റുവേഷനിൽ സാധാരണഗതിയിൽ നോർമൽ അലർജിക് മെഡിക്കേഷൻ ആണോ കൊടുക്കാറ്? സാധാരണഗതിയിൽ അതിൽ തന്നെ കൺട്രോൾ ആവാറുണ്ട്. കൺട്രോൾ ആവാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റെറോയിഡ്സ് കൊടുക്കേണ്ടി വരും. അതിലും കൺട്രോൾ ആവാത്ത സിറ്റുവേഷൻസിൽ ഈവൻ അഡ്രിനാലിൻ നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അത് റിയൽ അനാഫിലാക്സിസ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാധനം, അതായത് ഇതൊരു എന്താ പറയുക, ഇറ്റ് സ്റ്റാർട്ട്സ് ആസ് എ സ്കിൻ റാഷ്, പിന്നെ നമുക്കൊരു ത്രോട്ടിന് പിടുത്തം വരും, വയറിന് ബുദ്ധിമുട്ട് വരാം, ശ്വാസം മുട്ടൽ വരാം. ഇതെല്ലാം ഈ ശ്വാസം മുട്ടലിലേക്ക് വീഴും, ഹൈപ്പോടെൻഷൻ വരാം, BP കുറഞ്ഞിട്ട് തലചുറ്റി വീഴാം. ഇതെല്ലാം ഇതിപ്പം പെട്ടെന്ന് മരണം വരെ സംഭവിക്കും. ഈ അനാഫിലാക്സിസിന് ശരിക്കും അലർജി ഉള്ളവരാണെങ്കിൽ അത് പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മരണം വരെ സംഭവിക്കാം. കാര്യം BP കുറഞ്ഞ അങ്ങനെ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ, ഒരു ഫുഡ് കഴിച്ച പാട് ഇങ്ങനെ. നമ്മൾ നമ്മുടെ നാട്ടിലത് കുറച്ച് കുറവാണ്, അത്രയേ ഉള്ളൂ. ഈ ഫുഡ് അലർജീസിന് ആക്ച്വലി വേറൊരു ആസ്പെക്റ്റും കൂടിയാണ്. ഇപ്പോൾ ചിലർ പറയും വീട്ടിൽ നിന്ന് ചിക്കൻ കഴിച്ചാൽ പ്രശ്നം വരില്ല, പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ വരും. ദാറ്റ് കുഡ് ബി ഫുഡ് പ്രിസർവേറ്റീവ്സ് ആവാം, ഫുഡ് അഡിക്റ്റീവ്സ് ആവാം, ഫുഡ് കളേഴ്സ് ആവാം, ആഡ് ചെയ്യുന്ന ഈ മറ്റേ ഫ്രാഗ്രൻസ് എൻഹാൻസേഴ്സ്, അങ്ങനത്തെ ടേസ്റ്റ് എൻഹാൻസേഴ്സ്, ഇതിനോടൊക്കെ വരാം അലർജി. അപ്പോൾ അതൊന്നും ആക്ച്വലി നമ്മൾ ഈ അലർജി ടെസ്റ്റിംഗ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബേസിക്കലി ഹിസ്റ്ററി ഈസ് ദ ഫസ്റ്റ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് അലർജി മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറിയാവുന്ന കുറച്ച് ആളുകൾ അലർജി ഉള്ള റെഗുലർ ആയിട്ടുള്ള ആളുകൾക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി അവർക്ക് ഇതുവരെ അവർ ഡോക്ടേഴ്സ് അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ബേസിക്കലി അവരെന്നെ നോക്കണം ആക്ച്വലി. ഇപ്പം ലൈക്ക് നമ്മൾ പറയും ഫുഡ് ഡയറി എഴുതി വെക്കാൻ. ഫുഡ് ഡയറി എന്ന് വെച്ചാൽ രാവിലെ മുതൽ ഒരു ജീരകമുട്ടായി കഴിച്ചാൽ വരെ എഴുതി വെക്കണം എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. ടൈം ഇടണം, എഴുതണം, ആൻഡ് റിയാക്ഷൻ എപ്പോഴാണ് വന്നതെന്നുള്ളത് എഴുതണം. അതങ്ങനെ അതും കുറച്ച് ദിവസം ഒന്നല്ല, ഒരു 2 to 3 months ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് എഴുതിയാലേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ, ഇൻഫർമേഷൻ കിട്ടുള്ളൂ എന്താണെന്നുള്ളത്. പക്ഷെ ഇത് 10 ദിവസം എഴുതും, 15 ദിവസം എഴുതും, അതിന് എല്ലാവർക്കും മടുക്കും. പിന്നെ കുറച്ച് എഴുതും. ലൈക്ക് ഞാനൊക്കെ സാധാരണ പറയുന്നത് ചിലപ്പോൾ സാമ്പാർ കഴിക്കുകയാണെങ്കിൽ എന്ത് സാമ്പാർ പൊടി ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയെന്ന് വരെ എഴുതി വെക്കണം. ദാറ്റ് ഓൾസോ മാറ്റേഴ്സ്. പൊടിയിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ കമേഴ്ഷ്യലി അവൈലബിൾ സാധനങ്ങളിൽ എന്തൊക്കെയാണ് ഇട്ട് പൊടിപ്പിക്കണേ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതങ്ങനെ കമ്പനി പേരടക്കം എടുത്ത് എഴുതി വെച്ചെങ്കിലേ നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ സാധനം ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും മനസ്സിലാവുള്ളൂ. ഫുഡ് അലർജീസ് നമ്മൾ നോക്കുമ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടും ഹിസ്റ്ററി എടുത്തിട്ടും ഒരു 50% കേസസിൽ നമുക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റാറില്ല, അല്ലേ? ടെക്നോളജി അങ്ങനെ തന്നെയല്ലേ? അത് എസ്പെഷ്യലി കേസസിൽ നമുക്കിത് എന്താണ് സംഗതി എന്നുള്ളത് ചുരുക്കം ചില ആസ്മയ്ക്ക് പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചെടുക്കും. പക്ഷേ ചുരുക്കം ചില ആൾക്കാർക്കേ ഉള്ളൂ നമ്മൾ ഇത് എന്താണ് ഈ ട്രിഗർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആസ്മയ്ക്ക്. നമ്മൾ ഒരുവിധം കൺട്രോളാക്കി പോയി കഴിഞ്ഞാൽ അവർ സെറ്റിലായി പോകും. പക്ഷേ ഏർട്ടിക്കേറിയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലർക്ക് അതൊരു സ്ട്രെസ്സും ഒരു ചില സമയത്ത് ഉണ്ട്. ക്രോണിക് ഏർട്ടിക്കേരിയ എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് പെർസിസ്റ്റ് ചെയ്യുന്ന ഏർട്ടിക്കേരിയ, ലൈക്ക് മോർ ദാൻ 6 weeks ആയാൽ നമ്മളത് ക്രോണിക് ആയി എന്ന് പറയും. അത് അതിനെപ്പോഴും അവസാനം നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് ക്രോണിക് ഏർട്ടിക്കേരിയ. അതിന് ഈവൻ സ്ട്രെസ് ക്യാൻ ബി എ ട്രിഗർ. എക്സാം സമയത്ത് ഭയങ്കരമായിട്ട് ഏർട്ടിക്കേരിയ വരുന്ന ആൾക്കാർ, ആങ്സൈറ്റി വരുമ്പോൾ ഏർട്ടിക്കേരിയ വരുന്നു, ടീച്ചർ ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തി ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ ഏർട്ടിക്കേരിയ വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ വരാം. പലപ്പോഴും വിദേശത്തുള്ള കുറേ നമ്മളിപ്പോൾ ഒരു TV സീരീസോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ കാണുന്നതാണ് ഈ അനാഫിലാക്സിസിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ. അതായത് പീനട്ട് അലർജി, ആൾക്കാർ ഫുള്ള് തടിച്ച് പൊന്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലും കണ്ടുവരാറുണ്ടോ അങ്ങനെ അനാഫിലാക്സിസ് പോലുള്ള അലർജി? ഡെഫിനറ്റ്ലി ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ കാണുന്ന അത്ര നമ്മുടെ നാട്ടിൽ പ്രോമിനൻ്റ് അല്ല. കാരണം പലപ്പോഴും നമ്മൾ ഈ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് ബാറോ എന്ത് വാങ്ങുകയാണെങ്കിൽ കണ്ടെയ്ൻ നട്ട്സ്, കണ്ടെയ്ൻ ദിസ് ഗ്ലൂട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് കാണാം. അപ്പോൾ അത് മെയിൻലി ഒരു അലർജിക് ഒരു വാർണിംഗ് സിഗ്നൽ ആയിട്ടാണെന്ന് തോന്നുന്നു അവരത് കൊടുത്തിട്ടുള്ളത്.
പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ അത്ര കണ്ടുവരാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് യൂഷ്വലി നമ്മൾ കാണുന്നത് ഓരോ ഏജ് ഗ്രൂപ്പിലും ഇതിന് വ്യത്യാസമാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണെങ്കിൽ പിന്നെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് അലർജി ഉണ്ടാക്കുന്ന ഫുഡ്സിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് കൗസ് മിൽക്ക്, എഗ്ഗ്, പിന്നെ നട്ട്സ്, പീനട്ടുണ്ട്, ട്രീ നട്ടുണ്ട്, അങ്ങനെ കുറച്ച് നട്ട്സ് ഉണ്ട്. പിന്നെ സോയ, ചിലർക്ക് സോയാബീൻ്റെ അങ്ങനത്തെ അത് അലർജിയാണ്. പിന്നെ അഡൽട്സിലേക്ക് വരുമ്പോൾ ഇത് കൂടുതലും കാണുന്നത് ഷെൽഫിഷ് ഐറ്റംസ് ആണ്. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഉപയോഗത്തിന്റെ ഷെൽഫിഷ് ഒരു മെയിൻ ഗ്രൂപ്പാണ്. ഈ ചെമ്മീൻ, കക്ക, കടുക്ക, അതൊക്കെ ഭയങ്കര എന്താ പറയുക അലർജി, ഹൈലി അലർജനിക് സാധനമാണ്. അതിൽ ഏതെങ്കിലും ഒന്നിനോട് അലർജി ഉണ്ടെങ്കിൽ അത് മറ്റു പലതിനോടും, ഇപ്പം കൂന്തലിന് അലർജി, ചെമ്മീനുണ്ടെങ്കിൽ കൂന്തലിന് വരെ, അങ്ങനെ ഇതെല്ലാം ക്രോസ് റിയാക്ട് ചെയ്യാവുന്ന സാധനങ്ങളുമാണ്. അപ്പോൾ പിന്നെ അത് ഒരു മെയിൻ കോസാണ് അഡൽട്സിൽ. ഈ പലർക്കും ഇതുണ്ട് കൗസ് മിൽക്ക് അലർജി. പക്ഷേ ഇത് എപ്പോഴും ഈ പറയുന്ന അലർജി എന്ന് പറയുന്നത്, ഈ അനാഫിലാക്സിസ് എന്ന് പറയുന്നതിന് ഒരു കുറച്ച് സീരിയസ് കണ്ടീഷനാണ്. അനാഫിലാക്സിസ് ആയിരിക്കൊള്ളുന്നില്ല പലപ്പോഴും ഈ പറയണത്. നമ്മൾ ഫുഡ് ഇൻടോളറൻസ് ഉണ്ട്, അങ്ങനെ പല ഒരു വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട്. ഈ ഫുഡ് അലർജി എന്ന് പറയുന്നതിൽ നമ്മുടെ അടുത്ത് ഫുഡ് അലർജിയാണ്, ഈ ഭക്ഷണത്തിനാണ് അലർജി എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു 5% ആൾക്കാർക്ക് പോലും ഈ ശരിക്കുമുള്ള ഫുഡ് അനാഫിലാക്സിസ് ഓർ അലർജി കുറവാണ്, അത്രേ ഉണ്ടാവാറുള്ളൂ. നമ്മൾ അപ്പം ഈ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് ഈ അലർജി വരുന്നതെന്നൊരു തെറ്റിദ്ധാരണ വരുന്നതാണ്. മനസ്സിലായി. ഓക്കെ, അത് ആ ഫുഡ് അലർജി ആയിക്കൊള്ളണമെന്നില്ല. യൂഷ്വലി ഈ ഫുഡിനോട് ശരിക്കുമുള്ള അലർജി ആണെങ്കിൽ അത് യൂഷ്വലി സ്റ്റാർട്ട്സ് വിത്തിൻ മിനിറ്റ്സ് ടു അപ് ടു 2 hours വരെയാണ് സാധാരണഗതി. മോസ്റ്റ് ഓഫ് ദ ടൈം അതൊരു ഈ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ വന്നിരിക്കണം. നമ്മുടെ അടുത്ത് സാധാരണ വന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് കഴിച്ചു ഇന്ന സാധനം, അതിന് ഇന്ന് വന്നു, അല്ലെ ഇന്നലെ കഴിച്ചു ഇന്ന് വന്നു. അത് വരാം, പക്ഷെ ഭയങ്കര റെയർ ആയിരിക്കും. യൂഷ്വലി ഇഫ് യു ആർ റിയലി അലർജിക് ടു എ ഫുഡ്, ദി അലർജി സ്റ്റാർട്ട്സ് വിത്തിൻ മിനിറ്റ്സ്. അത് യൂഷ്വലി വരുന്നത് ത്രോട്ടിന് ഇറിറ്റേഷൻ, വായിക്ക് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ പോലെ വരും, അടുത്ത പടി ശ്വാസം മുട്ടൽ പോലെ വരാം. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഫുഡിനും നമുക്ക് ഇന്ന് അലർജി വരാം. ഇന്നലെ വരെ ഞാൻ ഇത് കഴിച്ചു, പക്ഷേ എനിക്ക് ഇന്ന് ഈ സാധനത്തിന് അലർജി വരാം.